അപ്പോൾ കുട്ടികളെ നമ്മൾ ഇന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊപ്പോസിഷനാണ്. ഞാൻ നോട്ട് തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കത് നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ആഴ്ച തന്നെ പരമാവധി ഈ വൈവയ്ക്ക് നെന്മാറയിലേക്കും പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നോക്കട്ടെ. ഈ ആഴ്ച തന്നെ പരമാവധി ഇതുവരെയുള്ള നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. PDF ആക്കാൻ പറ്റിയ അങ്ങനെ ചെയ്യാമെന്നുള്ളതിലാണ് ടൈപ്പ് ചെയ്ത് നോക്കുന്നത്. പക്ഷെ അത് വളരെ സ്ലോയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നോട്ട് എഴുതിയത് ഞാൻ. ഇനിയിപ്പോൾ ഒന്നിനും പറ്റിയില്ല, ടൈപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എഴുതിയിട്ടെങ്കിലും നിങ്ങൾക്ക് സബ്മിറ്റ് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ അതുവരെ ഒന്ന് ക്ഷമിക്കുക. ഈ ആഴ്ചയും കൂടെ ഒന്ന് ക്ഷമിക്കുക. ഈ ആഴ്ച വേണമെങ്കിൽ ശനിയും ഞായറായിട്ട് ഞാൻ പരമാവധി അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള സെക്ഷൻസിൻ്റെ നോട്ട്സ് ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ ഒരു ഇൻറ്റേർണൽ എക്സാം വെക്കാമെന്ന് വിചാരിക്കുന്നു. ഗൂഗിൾ മീറ്റിലൂടെ അല്ലെങ്കിൽ സിസ്കോ വെബെക്സ് മീറ്റിലൂടെ നമുക്കൊരു ടെസ്റ്റ് പോലെ വൈവയോ ടെസ്റ്റോ എന്തെങ്കിലും ഇതായിട്ട് ലൈവായിട്ട് നടത്താം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രപ്പോസിഷനാണ്. ആ പ്രപ്പോസിഷൻ എന്താ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ നോട്ട് എഴുതി ബോഡി യൂസ് ചെയ്യാതിരിക്കാൻ കാരണം നിങ്ങൾക്ക് നോട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ രണ്ടും കൂടെ ആയിക്കോട്ടെ വെച്ചിട്ടാണ് നോട്ട് എഴുതിയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്രപ്പോസിഷൻ എന്താ പറയുന്നത്? പ്രപ്പോസിഷൻ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്ന അനലിറ്റിക് ഫംഗ്ഷനെ കുറിച്ചും അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രപ്പോസിഷനാണ് ഇത്. ഈ പ്രപ്പോസിഷൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം കേട്ടോ. ഇഫ് ജി ഈസ് ഓപ്പൺ ആൻഡ് കണക്റ്റഡ്, ജി എന്ന് പറയുന്ന സെറ്റ് ഓപ്പൺ ആൻഡ് കണക്റ്റഡ്. ഒരു സെറ്റ് എപ്പോഴാണ് ഓപ്പൺ ആവുക എന്നറിയാം നിങ്ങൾക്ക്. അപ്പോൾ ഓപ്പൺനെസ്സും ഇതൊക്കെ പറയുകയാണെങ്കിൽ ഒരു മെട്രിക് വേണം. അപ്പോൾ ജി ഒരു മെട്രിക് സ്പേസ് ഉണ്ട്. അപ്പോൾ ജി എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റാണ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താ? എവരി പോയിന്റ് ഇൻ ജി ഇസ് ആൻ ഇൻറ്റീരിയർ പോയിന്റ്. ഇൻറ്റീരിയർ പോയിന്റ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. ദർ എക്സിസ്റ്റ് എ നൈബർഹുഡ്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഇൻറ്റീരിയർ, എ ബിലോങ്സ് ടു ജി, സ്മോൾ ലെറ്റർ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ ജി എന്ന് പറയുന്ന ഇൻറ്റീരിയർ പോയിന്റ് ആണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് എ നൈബർഹുഡ് ഓഫ് എ. ദാറ്റ് നൈബർഹുഡ് ഈസ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ ജി. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആൻഡ് കണക്റ്റഡ്, ജി ഈസ് കണക്റ്റഡ്. ജി കണക്റ്റഡ് മീൻസ് ജി കനോട്ട് ബി എക്സ്പ്രസ്ഡ് ആസ് ദി disjoint union of two non-empty open sets. കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, രണ്ട് ഡിസ്ജോയിൻറ്റ് നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റുകളുടെ യൂണിയൻ ആക്കിയിട്ട് ജിയെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അതായത് അയാളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ജി ഈസ് കണക്റ്റഡ്. സോ യുവർ ജി ഈസ് ഓപ്പൺ ആൻഡ് കണക്റ്റഡ് ആൻഡ് എഫ് ഫ്രം ജി ടു സി ഇസ് എ ഫംഗ്ഷൻ. ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ. What is the property of that function? With f dash of z, derivative of f dash of z is equal to 0 for every z in G. Okay, it is differentiable and the derivative is equal to 0. Then what can you say about that function? That function is a constant. Okay, that function is a constant function. So we need to show that your f is a constant function. What does it mean by a constant function? A constant function means that function carries every point in the domain into the same value. Okay, so to prove f is constant, you just take an element from G, arbitrary element. You choose z0 from G, where z0 is an arbitrary element in G. Okay, without any condition, you just choose z0. So z0 is an arbitrary point from G. And you just take the image of your z0 under f. F maps this z0 to w0. Image of f of z0 is equal to w. We need to show that f is constant. To prove f is constant, you just define a set, capital letter A, which is equal to set of all G യിൽ നിന്ന് ജിയുടെ ഒരു സബ്സെറ്റ് ആയിട്ട് നമ്മൾ എ എന്ന് പറയുന്ന സെറ്റ് ഡിഫൈൻ ചെയ്യുക. എ ഇസ് എ സബ്സെറ്റ് ഓഫ് ജി. ഹൗ യു ഡിഫൈൻ യുവർ എ? എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സെഡ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു w0. w0 ഇമേജ് ആയിട്ട് വരുന്ന ജിയിലെ എലമെൻറ്റുകളുടെ കളക്ഷൻ. അതാണ് നമ്മളുടെ എ ആയിട്ട് എടുത്തിട്ടുള്ളത്. കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് z0 എന്ന് പറയുന്ന ആർബിട്രറി പോയിന്റ് ജിയിൽ നിന്ന് എടുത്തു, അതിൻ്റെ ഇമേജ് w0 ആയിട്ട് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി w0 ഇമേജ് ആയിട്ട് വരുന്ന ജിയിലെ എലമെൻസുകൾ എടുത്തിട്ട് എന്ത് ചെയ്തു? ഒരു സെറ്റ് ഫോം ചെയ്തു, എ എന്ന് പറയുന്ന സെറ്റ്. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഇസ് കോൺസ്റ്റന്റ് ഓൺ ജി എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പം നമ്മൾക്കിപ്പോൾ ഇവിടെ എന്തിനാണ് ഇപ്പോൾ എഫ് കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഇങ്ങനെ ഒരു സെറ്റ് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഫ് ഇസ് കോൺസ്റ്റന്റ് ഓൺ ജി എന്ന് പ്രൂവ് ചെയ്യാൻ ഇങ്ങനെ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്ത് നോക്കുക. അതിൽ എലമെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. So if we prove A equal to G, A G ആണത്. എ എന്ന് പറയുന്ന
ജിയുടെ സബ്സെറ്റ് ജി തന്നെയാണെന്ന് പറഞ്ഞു കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഫോർ എവറി സെഡ് ബിലോങ്സ് ടു ജി എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട്, ഹെൻസ് എഫ് എസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അപ്പോൾ അതാണ് അടുത്ത ലൈനായിട്ട് പറഞ്ഞിട്ടുള്ളത്. വി വിൽ ഷോ ദാറ്റ് എ ഈക്വൽ ടു ജി. എയും ജിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് എ ഈക്വൽ ടു ജി എന്ന് പ്രൂവ് ചെയ്യുക? നമ്മളെല്ലാം മെട്രിക് സ്പേസിലാന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ എ ഈക്വൽ ടു ജി ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ എ ഇസ് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഇൻ ജി എന്ന് പ്രൂവ് ചെയ്യും. ഓപ്പണും ക്ലോസ്ഡും ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ എ ഈസ് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഇൻ ജി. അപ്പോൾ ജിയിലെ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സെറ്റ് എന്ന് പറയുന്നത് രണ്ട് ഓപ്പണും ക്ലോസ്ഡും ആവുന്നത് ആരാ? ജി തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ എന്ന് പറയുന്നത് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഇൻ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഓട്ടോമാറ്റിക്കലി ആരായിട്ട് മാറും? ജി ആയിട്ട് മാറും. അതാണ് അടുത്ത ലൈനായിട്ട് പറയുന്നത്. ദിസ് വി വിൽ പ്രൂവ് ബൈ ഷോയിങ് ദാറ്റ് എ ഇസ് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഇൻ ജി. അതാണ് നമ്മൾ എ ഈക്വൽ ടു ജി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. അപ്പോൾ ആദ്യം നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു പാർട്ട് എന്ന് പറയുന്നത് ക്ലോസ്ഡ്നെസ് പ്രൂവ് ചെയ്യലായിരിക്കും നമുക്ക് ഈസി. എങ്ങനെയാണ് എ ക്ലോസ്ഡ് ഇൻ ജി എന്ന് പറയുക? എ ക്ലോസ്ഡ് ഇൻ ജി എന്ന് പറയണമെങ്കിൽ എന്താ കണ്ടീഷൻ? എയിലെ ഏതൊരു സീക്വൻസ് എടുത്താലും അത് കൺവേർജൻ സീക്വൻസുകൾ കൺവേർജ് ചെയ്യുന്ന പോയിന്റ് എവിടെ തന്നെ കിടക്കണം? എയിൽ തന്നെ കിടക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എയിലൊരു സീക്വൻസ് കൺസിഡർ ചെയ്യുക. സീക്വൻസ് സെഡ് എൻ ഇസ് എ സീക്വൻസ് ഇൻ എ. ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് എന്താ? ജി എന്ന് പറയുന്നത് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇത് എയിലെ സീക്വൻസ് ആണെങ്കിൽ ജിയിലെയും സീക്വൻസ് ആണ്. അപ്പോൾ ഇത് കൺവേർജൻ സീക്വൻസ് ആണെങ്കിൽ ഇത് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് ജിയിലുണ്ടാവും. ആ പോയിന്റ് എയിലുണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ എ ക്ലോസ്ഡ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ സെഡ് എന്ന് പറയുന്ന എയിലെ സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് സെഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ക്ലിയർലി ദാറ്റ് സെഡ് ബിലോങ്സ് ടു ജി ആണ്. കിട്ടിയോ? അപ്പോൾ ഇത് എയിലെ സീക്വൻസ് ആയതുകൊണ്ട് എ എന്ന് പറയുന്ന സെറ്റിന്റെ പ്രത്യേകത എന്താ? അതിലെ എലമെന്റ്സുകളുടെ പ്രത്യേകത എന്താ? അവരുടെ എല്ലാം ഇമേജ് ഡബ്ല്യു നോട്ടാണ്. അപ്പോൾ എഫ് ഓഫ് ഇസഡ് എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡബ്ല്യു നോട്ട് ആയിരിക്കും ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ അതുപോലെ നമ്മൾക്ക് തന്നിട്ടുണ്ട് എഫ് ഇസ് ഡിഫറൻഷ്യബിൾ എന്ന് പറയുന്നത്. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് കണ്ടിന്യൂറ്റി സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. അപ്പോൾ എഫ് കണ്ടിന്യൂസും ആണ്. എഫ് ഓഫ് ഇസഡ് എൻ എന്ന് പറയുന്നത് ഡബ്ല്യു നോട്ടും ആണെങ്കിൽ ഫോർ എവറി എൻ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 1 എഫ് ഓഫ് ഇസഡ് എൻ ഇസ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട് ആണെങ്കിൽ ഈ സെഡ് എൻ എന്ന് പറയുന്ന സീക്വൻസ് ഈ സീക്വൻസ് കൺവേർട്ട് ചെയ്യുന്ന സെഡിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇമേജ് എന്തായിരിക്കും? എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് ഓഫ് ഈ സീക്വൻസിൽ ഓരോ ആളുകളും ഡബ്ല്യു നോട്ടാണ് ഇമേജ് വരുന്നത് അണ്ടർ എഫ് കണ്ടിന്യൂസും ആണ്. അപ്പോൾ ലിമിറ്റിന്റെ ഇമേജ് എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടികളിലാണ് ഒന്നാണത്. എഫ് ഓഫ് സെഡ് എന്തായിരിക്കും? ഇതിന്റെ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡബ്ല്യു നോട്ട് ആയിരിക്കും. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട്. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട് ആണെങ്കിൽ അങ്ങനെയുള്ള സെഡുകൾ എവിടെ കിടക്കും? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട് ആണെങ്കിൽ അങ്ങനെയുള്ള സെഡുകൾ എയിൽ കിടക്കും. അപ്പോൾ ഈ സീക്വൻസിന്റെ ലിമിറ്റ് ആയിരുന്നു ഈ സെഡ്. ഇത് എവിടുത്തെ സീക്വൻസ് ആണ്? എയിലെ സീക്വൻസ് ആണ്. അതിന്റെ ലിമിറ്റാണ് സെഡ്. ആ സെഡ് എവിടെ ഉണ്ടെന്ന് കിട്ടി? എയിൽ തന്നെ ഉണ്ടെന്ന് കിട്ടി. സീക്വൻസ് കൺവേർട്ട് ചെയ്യുന്ന പോയിന്റും എയിൽ തന്നെ ഉണ്ടെന്ന് കിട്ടി. സോ എ ഈസ് ക്ലോസ്ഡ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള എന്താ? അടുത്ത എ ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്താ പോകുന്നത്? അടുത്ത എന്താ ചെയ്യാനുള്ളത്? ഓപ്പൺ. എ ഓപ്പൺ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുക? എവറി പോയിന്റ് ഇൻ എ ഈസ് ആൻ ഇന്റീരിയർ പോയിന്റ് എന്നാണ് നമുക്ക് കാണിക്കാനുള്ളത് അല്ലേ? അപ്പോൾ എയിൽ ഞാൻ എന്താ ഇന്റീരിയർ പോയിന്റ് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ എയിൽ ഒരു പോയിന്റ് എടുക്കുക. യു ജസ്റ്റ് ചൂസ് എ പോയിന്റ് ഫ്രം എ ആൻഡ് ഡിനോട്ട് ഇറ്റ് ബൈ ലെറ്റ് ഇറ്റ് ബി എ, സ്മോൾ ലെറ്റർ എ. യു ജസ്റ്റ് ചൂസ് സ്മോൾ ലെറ്റർ എ ഫ്രം ലെറ്റ് എ ബിലോങ്സ് ടു എ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? വി ഹാവ് ടു ഫൈൻഡ് എ നൈബർഹുഡ് ഫോർ ദിസ് എ. ദാറ്റ് നൈബർഹുഡ് ഈസ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ ദിസ് എ. So you just take the neighborhood of A as BA epsilon. എപ്സിലോൺ റേഡിയസ് ആയിട്ട് എ സെൻറ്റർ ആയിട്ടുള്ളൊരു നൈബർഹുഡ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ നൈബർഹുഡ് എന്തായാലും എന്തുണ്ട്? ജിയിലുണ്ട്. കാരണം എ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ എ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എ കണ്ടെയ്ൻഡ് ഇൻ ജി ആണ്. സോ ദിസ് സ്മോൾ ലെറ്റർ എ ബിലോങ്സ് ടു ജി ആണ്. ജി എന്താ? ഓപ്പൺ ആണ്. ജി ഓപ്പൺ ആണെങ്കിൽ എവരി പോയിന്റ് ഈസ് ആൻ ഇന്റീരിയർ പോയിന്റ്. സോ ബി എ എപ്സിലോൺ ഈസ് ആ രീതിയിലുള്ള എപ്സിലോൺ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ബി എ എപ്സിലോൺ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ജി. കിട്ടിയോ? അങ്ങനെയുള്ള ഒരു എപ്സിലോൺ നമ്മൾ ചൂസ് ചെയ്തു. നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ദിസ് ബി എ എപ്സിലോൺ, ദിസ് എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ക്യാപിറ്റൽ ലെറ്റർ എ എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു സെറ്റ്, ഇതൊരു സെറ്റാണല്ലോ, നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റാണല്ലോ. അപ്പോൾ ഒരു സെറ്റ് വേറൊരു സെറ്റിന്റെ സബ്സെറ്റ് ആണ് പ്രൂവ് ചെയ്യണം. എങ്ങനെ നമ്മൾ സാധാരണ ചെയ്യാറ്? ഇതിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കുന്നു, ദാറ്റ് എലമെന്റ് ഓൾസോ ബിലോങ്സ് ടു ദിസ് സെറ്റ് എന്ന് പ്രൂവ് ചെയ്യുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ എ.
ഓക്കെ, ടു പ്രൂവ് ബി എ എപ്സിലോൺ ബി ടു പ്രൂവ് ബി എ ഒരു കറക്ഷൻ കേട്ടോ, ബി എ എപ്സിലോൺ. അപ്പോൾ അത് ഞാൻ നോട്ട് അയച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. അപ്പോൾ ടു പ്രൂവ് ബി എ എപ്സിലോൺ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞ പോലെ ഇതിൽ നിന്നൊരു എലമെന്റ് എടുക്കുന്നു, ദാറ്റ് എലമെന്റ് ഓൾസോ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, so you just take an element from this epsilon neighborhood of A and denote that element by Z. Okay, to prove Z belongs to A, you just അപ്പോൾ Z എവിടെ നിന്ന് എടുത്തത്, എപ്സിലോൺ നൈബർഹുഡ് ഓഫ്, ഇവിടെ തെറ്റ് വരുന്നുണ്ടല്ലോ, ബി എ എപ്സിലോൺ. അപ്പോൾ ഇതെന്താ, എപ്സിലോൺ. ഓക്കെ, അപ്പോൾ എപ്സിലോൺ നൈബർഹുഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റ് Z ചൂസ് ചെയ്തു, എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എയിൽ നിന്ന്. ഓക്കെ, നമുക്ക് ഈ Z എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എയിലുണ്ട് എന്നാണ് കാണിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാ ഒരു പോയിന്റ് Z ചൂസ് ചെയ്തു. നമുക്ക് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, TZ പ്ലസ് 1 മൈനസ് ടി ഇൻറ്റു എ. TZ plus 1 minus T into A, 0 less than or equal to T less than or equal to 1 എന്ന് പറഞ്ഞാൽ the line joining this Z and this center. You take the center of this ball as A. Okay, so this means TZ plus 1 minus T into A, 0 less than or equal to T less than or equal to 1 means it is the line joining this Z and line segment between Z and A. So you just define another function g of t. Your t is from this segment. G of t is equal to what? F of tz. F is a function from G to C. And this open ball is contained in G. So automatically this segment is, there's points in this segment also belongs to G. So you just define a function. G of t is equal to T is from closed interval 0, 1 and the image of this T under G is F of TZ. അതായത് ഈ ലൈൻ സെഗ്മെന്റിലെ ഇമേജ് കിട്ടിയോ, F of TZ പ്ലസ്, ഇത് ഡിഫൈൻഡ് ആണ് കാരണം ഈ ലൈൻ സെഗ്മെന്റ് കിടക്കുന്ന ജിയിലാണ്, F എന്ന് പറയുന്ന ഫംഗ്ഷൻ ജിയിൽ നിന്ന് സിയിലോട്ടാണ്. സോ ഇത് നമുക്ക് ഡിഫൈൻഡ് ആണ്, F of TZ പ്ലസ് 1 മൈനസ് ടി ഇൻറ്റു എ. അപ്പം ആ രീതിയിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, G of T എന്ന് പറയുന്നത്. G എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലോസ് ഇൻ്റർവൽ 0, 1 നിന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു, സിയിലോട്ട് ഡിഫൈൻ ചെയ്തു. കിട്ടിയോ? ഇനി നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? G of T, അതായത് S എന്ന് പറയുന്ന പോയിന്റിൽ അതിൻ്റെ ഡെറിവേറ്റീവ് വാല്യൂറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി G of T ഡെഫിനിഷൻ, ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് പ്രകാരം G of T മൈനസ് G of S ഡിവൈഡഡ് ബൈ T മൈനസ് S. S എന്ന് പറയുന്ന പോയിന്റിൽ G ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് നിങ്ങൾ ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ആ ടേമാണ് T മൈനസ് S ഇൻറ്റു Z പ്ലസ് S മൈനസ് T ഇൻറ്റു എ. ആക്ച്വലി G of T എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം F of TZ പ്ലസ് 1 മൈനസ് T ഇൻറ്റു എ ആണെന്നറിയാം. അതുപോലെ G of S എന്ന് പറഞ്ഞാൽ ഈ ടിക്ക് പകരം S വരും. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇതെന്ന് പറയുന്നത് എന്താ, G of T എന്ന് പറഞ്ഞാൽ F of TZ പ്ലസ് 1 മൈനസ് T ഇൻറ്റു എ മൈനസ് F of SZ പ്ലസ് 1 മൈനസ് S ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എന്താ വരിക, നിങ്ങൾ ഡെറിവേറ്റീവ് ഓഫ് F അറ്റ് ദി പോയിന്റ് എ എന്ന് പറഞ്ഞാൽ എന്താ, അതെന്ന് പറഞ്ഞാൽ എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്യുക, F of X മൈനസ് F of A ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ F of X മൈനസ് F of A ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. അതുപോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. എഫിന് പകരം എന്ത് ചെയ്തു, F of TZ, F of Xന് പകരം ഇവിടെ TZ പ്ലസ് 1 മൈനസ് ടി ഇൻറ്റു സംതിങ് അതവിടെ വരുന്നത്. അതുപോലെ G of S ഇത് വരും. ഇനി എന്താ വരുന്നത്, താഴെ ഈ ടേം എന്ന് പറയുന്നത് TZ പ്ലസ് എക്സ് മൈനസ് എ പറഞ്ഞില്ലേ നമ്മൾ, എക്സ് മൈനസ് എ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ
എന്താ ടി സെറ്റ് പ്ലസ് 1 മൈനസ് ടി ഇൻറ്റു എ മൈനസ് എസ് സെറ്റ് പ്ലസ് 1 മൈനസ് എസ് ഇൻറ്റു എ. അതിനൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇത് എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. പിന്നെ ഈ ടേം ടി മൈനസ് എസ് കിട്ടിയല്ലോ. ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് ടി ടെൻസ് ടു എസ് എടുക്കുന്നു. അപ്പോൾ ഇതെന്തായിട്ട് മാറും? ഇതെന്താ ആക്ച്വലി എഫ് ഓഫ് ദിസ് മൈനസ് എഫ് ഓഫ് എസ് അല്ലേ വരുന്നത് അല്ലേ? അപ്പോൾ ആക്ച്വലി എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് സെറ്റ് പ്ലസ് ഇതാ വരുന്നത്. അപ്പോൾ ആക്ച്വലി ഇതെന്താ എഫ് ഡാഷ് ഓഫ് എസ് സെറ്റ് പ്ലസ് 1 മൈനസ് ലിമിറ്റ് ടി ടെൻസ് ടു എസ് ജി ഓഫ് ടി മൈനസ് ജി ഓഫ് എസ് ഡിവൈഡഡ് ബൈ ടി മൈനസ് എസ് ഇൻറ്റു ഇസെഡ് പ്ലസ് എസ് മൈനസ് ടി ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതെന്താ ഈ ഫോർമുല പ്രകാരം നമുക്ക് പറയാൻ പറ്റും ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എ. ഓക്കെ, അപ്പോൾ ഇതെന്താ ഇതെന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എ. എക്ക് പകരം ഇവിടെ അറിയാം നിങ്ങൾക്ക് ഏതാ പോയിന്റ്. ഇതെന്ന് പറയുന്നത് എന്താ എഫ് ഓഫ് ടി സെറ്റ് പ്ലസ് 1 മൈനസ് ടി ഇൻറ്റു എ മൈനസ് എഫ് ഓഫ് എസ് സെറ്റ് പ്ലസ് 1 മൈനസ് എസ് ഇൻറ്റു എ ആണെന്നറിയാം. ഈ സാധനം ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫറൻസ് ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ അത് ആക്ച്വലി ഇതെന്താ വരുന്നത് എഫ് ഡാഷ് ഓഫ് എസ് സെറ്റ് പ്ലസ് 1 മൈനസ് എസ്, എഫ് ഡാഷ് ഓഫ് എസ് സെറ്റ് പ്ലസ് 1 മൈനസ് എസ് ഇൻറ്റു എ. യു ജസ്റ്റ് കമ്പയർ ദിസ് വിത്ത് യുവർ definition of derivative. Okay, then f dash of s z plus 1 minus s into a. What is this? Limit t tends to s t minus s z plus s minus t into a. ഞാൻ പറഞ്ഞിരുന്നു t z plus 1 minus t into a minus s z plus 1 minus s into a. അതാണ് ഈ സാധനം എന്ന് പറയുന്നത്. ടി സെറ്റ് പ്ലസ് 1 മൈനസ് ടി ഇൻറ്റു എ മൈനസ് എസ് സെറ്റ് പ്ലസ് 1 മൈനസ് എസ് ഇൻറ്റു എ. അതാണ് ഈ മേലെ കിടക്കുന്ന സാധനം. ഓക്കെ, ഡിവൈഡഡ് ബൈ ടി മൈനസ് എസ്. അപ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു എസ് എന്ന് പറയുമ്പോൾ ഈ സാധനം എന്തായിട്ട് മാറും? ലിമിറ്റ് ടി ടെൻസ് ടു എസ് ആവുന്ന സമയത്ത് ഇതിൻ്റെ ഡി ബൈ ഡി എസ് ഓഫ് എസ് സെറ്റ് പ്ലസ് 1 മൈനസ് എസ് ഇൻറ്റു എ ആയിട്ട് മാറും ഈ ടേം. ഡി ബൈ ഡി എസ് ഓഫ് എസ് സെറ്റ് പ്ലസ് 1 മൈനസ് എസ് ഇൻറ്റു എ. ഡി ബൈ ഡി എസ് ഓഫ് എസ് സെറ്റ് പ്ലസ് 1 മൈനസ് എസ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ചെയ്ത് നോക്കുക. ഡി ബൈ ഡി എസ് ഓഫ് എന്താ പറയുന്നത്? ഡി ബൈ ഡി എസ് ഓഫ് എസ് സെറ്റ് പ്ലസ് 1 മൈനസ് എസ് ഇൻറ്റു എ. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് 1 മൈനസ് സോറി 1 അല്ല, ഇസെഡ് മൈനസ് എ. ഓക്കെ, ദിസ് ഇസ് ഇസെഡ് മൈനസ് എ. അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വാട്ട് ഈസ് ദിസ്? എഫ് ഡാഷ് ഓഫ് എസ് സെറ്റ് പ്ലസ് 1 മൈനസ് എസ് ഇൻറ്റു എ ഇസ് വാട്ട്? ദിസ് ഇസ് എ പോയിന്റ് ഇൻ ജി. ദിസ് ഇസ് എൻ എലമെന്റ് ഇൻ ജി. യു നോ ദാറ്റ് അല്ലേ? ദിസ് സെഗ്മെന്റ് ബിലോങ്സ് ടു ജി. സോ ദിസ് ഇസ് എൻ എലമെന്റ് ഇൻ ജി. What is the image of an element in G under f dash? That must be 0. It is given. So that is equal to 0. What is the left hand side indicates? Limit t tends to s g of t minus g of s divided by t minus s. It is the derivative of g at the point s. That is g dash of s is equal to 0. Your s varies from 0 to 1. So 0 to 1. Okay, so the slope of g dash of s is equal to 0 means the slope of this segment is equal to 0. അല്ലേ? അപ്പോൾ അതൊരു എന്താ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അവിടെ ജി എന്തായിരിക്കും? ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഇങ്ങനെയല്ലേ വരുന്നത്? അപ്പോൾ ജി എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനായിട്ട് കിട്ടി. അപ്പോൾ ജി കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടി അല്ലേ? ജി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ജി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ജി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? ടിക്ക് പകരം 1 കൊടുക്കുന്നു. അപ്പോൾ എന്താ വരിക? എഫ് ഓഫ് ജി ഓഫ് 1 എന്ന് പറയുമ്പോൾ ടിക്ക് പകരം 1. എഫ് ഓഫ് ഇസെഡ് അല്ലേ? ജി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഇസെഡ്. അപ്പോൾ എഫ് ഓഫ് ഇസെഡ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് 1 ആണ്. ജി ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ജി ഓഫ് 1ഉം ജി ഓഫ് 0യും എല്ലാം എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്
അല്ലേ? അപ്പോൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് വന്നു? ജി ഓഫ് 1. ടിക്ക് 1 കൊടുക്കുമ്പോഴാണ് നമുക്ക് എഫ് ഓഫ് സെഡ് കിട്ടുന്നത്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ജി ഓഫ് 1. ജി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ജി ഓഫ് 0 തന്നെയാണ്. കാരണം ഇവിടെ ഡൊമൈനിൽ 0 കൂടെ ഇൻക്ലൂഡഡ് ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? ടിക്ക് പകരം 0 കൊടുക്കുക. ജി ഓഫ് 0 എന്ന് പറയുമ്പോൾ ടിക്ക് 0. ടിക്ക് 0 കൊടുക്കുമ്പോൾ എന്താ വരുന്നത് ഇവിടെ? എഫ് ഓഫ് എ വരും അല്ലേ? എഫ് ഓഫ് എ. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? എയുടെ ഇമേജ് അണ്ടർ എഫ് എന്താ വരുന്നത്? എ എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? എ ബിലോങ്സ് ടു എ എന്ന് പറയുന്നത് എന്താ? ബി എ എപ്സിലോൺ എന്ന് പറയുന്ന ബോളിന്റെ സെന്റർ ആണ് എ എന്ന് പറയുന്നത് അല്ലേ? ദിസ് എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ ആണ്. ആണല്ലോ? ക്യാപിറ്റൽ എയിലെ ഒരു എലമെന്റ് ആണ് എ എങ്കിൽ അയാളുടെ ഇമേജ് അണ്ടർ എഫ് എന്തായിരിക്കും? എയുടെ പ്രത്യേകത നോക്കുക. അയാളുടെ ഇമേജ് എന്തായിരിക്കും? എയിൽ എലമെന്റ് ആണ് സ്മോൾ ലെറ്റർ എ എങ്കിൽ അയാളുടെ ഇമേജ് എന്തായിരിക്കും? W0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു W0 എന്ന് കിട്ടി. അപ്പോൾ എഫ് ഓഫ് ഇസഡ് ഇവിടെയാണോ അല്ലേ? എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു W0 എന്ന് കിട്ടി. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു W0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു W0. അപ്പോൾ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു W0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെഡ് എയിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എ അങ്ങനെയാണല്ലോ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഈ സെഡ് നമ്മൾ എവിടുന്നാണ് ചൂസ് ചെയ്തത്? നമുക്കറിയാം ഈ സെഡ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഓപ്പൺ ബോളിനകത്തെ ഒരു പോയിന്റ് ആയിരുന്നു ഇസഡ്. അപ്പോൾ ആ സെഡ് എവിടെയുണ്ടെന്ന് തന്നെ കിട്ടി? എയിലുണ്ടെന്ന് കിട്ടി. മനസ്സിലായോ? ആ സെഡ് ബിലോങ്സ് ടു എ എന്ന് കിട്ടി. അപ്പോൾ ബി എ എപ്സിലോൺ ഇതിൽ നിന്നൊരു പോയിന്റ് സെഡ് എടുത്ത സമയത്ത് ആ പോയിന്റ് എയിലുണ്ടെന്ന് കിട്ടി. സോ ദിസ് സെറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ. സോ നമ്മളിവിടെ എടുത്തിട്ടുള്ള സെഡ് എന്ന് പറയുന്ന ആർബിട്രറിലി ചൂസ് ചെയ്തൊരു പോയിന്റ് ആണ് എയിൽ നിന്ന്. അപ്പോൾ അതിന് ഒരു നെയ്ബർഹുഡ് ഉണ്ട്. ആ നെയ്ബർഹുഡ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ദിസ് പോയിന്റ് ഈസ് ആൻ സെഡ് ബിലോങ്സ് ടു എ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ എന്ന് പറയുന്നത് എന്തെന്ന് പറയാൻ പറ്റും? ഇന്റീരിയർ പോയിന്റ് ഓഫ് ക്യാപിറ്റൽ എ. എ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് എന്താ? ആർബിട്രറിലി നമ്മൾ ചൂസ് ചെയ്തൊരു പോയിന്റ് ആയിരുന്നു ക്യാപിറ്റൽ എയിൽ നിന്ന്. സോ we can conclude that every point in capital A is an interior point. So what it indicates? A is open. Every point in A is an interior point. Hence A is open. അപ്പോൾ എന്താ കിട്ടിയത്? നേരത്തെ ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്തു, ഇപ്പോൾ ഓപ്പൺ ആണെന്നും പ്രൂവ് ചെയ്തു. ദാറ്റ് ഈസ് എ ഇസ് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഇൻ ജി അല്ലേ? എ ഇസ് ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഇൻ ജി. അപ്പോൾ എ എന്തായിരിക്കും? എ എന്തായാലും ജി ആയേ പറ്റൂ. ഓപ്പൺ സെറ്റ്. അപ്പോൾ ജി ആയേ പറ്റൂ. എ ഇസ് ഈക്വൽ ടു ജി. എ ഇസ് ഈക്വൽ ടു ജി ആണെങ്കിൽ എന്ത് സംഭവിക്കും? എയുടെ പ്രത്യേകത നോക്കുക. സെറ്റ് ഓഫ് ഓൾ സെറ്റ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് എഫ് ഓഫ് സെറ്റ് അതിൻ്റെ ഇമേജ് എന്താ വരിക?